രാജാവായ മൻസൂർ രാജാവ് ഒരു പ്രമുഖനായ വ്യക്തി കൊട്ടാരത്തിലേക്ക് കടന്നു വന്നപ്പോ അദ്ദേഹത്തോട് ചോദിക്കുന്നത്, എനിക്കൊരു വസീയത്ത് തരണം, എനിക്കൊരു ഉപദേശം തരണം, എനിക്കൊരു വഅദ് പറഞ്ഞു തരണം. അപ്പോഴാണ് ആ പ്രമുഖനായ വ്യക്തി ചോദിക്കുന്നത്, ഞാൻ ജീവിതത്തിൽ കണ്ടത് അല്ലെങ്കിൽ ഞാൻ കേട്ടത്, ഇതിൽ നിന്ന് ഏത് വസീയത്താണ് ഞാൻ നിങ്ങൾക്ക് നൽകേണ്ടത്? എന്റെ ജീവിതത്തിൽ ഞാൻ ലൈവായി കണ്ട അനുഭവങ്ങളാണോ, അല്ല മറ്റുള്ളവർ പറഞ്ഞ, പ്രപിതാക്കൾ പറഞ്ഞ ചരിത്രങ്ങൾ വെച്ചുകൊണ്ടുള്ള വഅദുകളാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് മൻസൂർ രാജാവിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ബൽ ബിമാ റഅയ്ത, നിങ്ങളുടെ ജീവിതത്തിൽ ലൈവായി കണ്ട അനുഭവങ്ങൾ വെച്ച് നല്ലൊരു വഅദ് നിങ്ങൾ പറഞ്ഞു തരൂ എന്ന്. അപ്പോഴാണ് ആ പ്രമുഖനായ വ്യക്തി മൻസൂർ രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ, അദ്ദേഹത്തിന് അൻജബ 11 വലദൻ, 11 മക്കൾ ഉണ്ടായിരുന്നു. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് 11 മക്കൾ ഉണ്ടായിരുന്നു. വതറക 18 ദീനാറൻ, അദ്ദേഹത്തിന്റെ വഫാത്തിന്റെ സമയത്ത് ബാക്കി വെച്ചത് 18 ദീനാറാണ്. 20ഓളം സാമ്രാജ്യങ്ങളെ 2.5 വർഷക്കാലം വളരെ തൃപ്തികരമായ രീതിയിൽ ഭരിച്ച ലോകം കണ്ട നീതിമാനായ ഭരണാധികാരി ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോൾ മക്കൾക്ക് ബാക്കി വെച്ചത് 18 ദിർഹമാണ്. ഇതിൽ നിന്ന് എന്റെ ശ്രോതാക്കൾക്ക് മനസ്സിലാകും നമ്മൾ എന്താണ് മക്കൾക്ക് ബാക്കി വെക്കേണ്ടത്, എന്താണ് ബാക്കി വെക്കാൻ പാടില്ലാത്തത് എന്ന്. 18 ദീനാറ് 11 മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചു. കുഫിന ബിഖംസത്തി ദനാനീർ, അദ്ദേഹത്തിന്റെ കഫൻ ചെയ്യാൻ വേണ്ടി 5 ദീനാർ ഉപയോഗിക്കുകയുണ്ടായി. 18 ദീനാറിൽ നിന്ന് 5 ദീനാർ കൊണ്ട് അദ്ദേഹത്തെ കഫൻ ചെയ്തു. പിന്നെ ബാക്കിയുള്ളത് എത്ര? 13 ദീനാർ അല്ലേ? ആ 13 ദീനാറിൽ നിന്ന് വഷ്തറ ലഹു ഖബ്റൻ ബി4 ദനാനീർ, 4 ദീനാർ കൊണ്ട് ഖബറും വാങ്ങിച്ചു. ഖബറിന് പൈസ ഇല്ല നിങ്ങളുടെ നാട്ടില്? ഉണ്ടാ? കമ്മിറ്റി ഓഡിറ്റിംഗ് വായിക്കുമ്പോ ഖബർ വകയുള്ള വരുമാനം 10,000 രൂപ എന്നിട്ട് വായിക്കാറുണ്ടോ? അവസാനം ജനറൽ ബോർഡിൽ വായിക്കും മരിച്ച വക വരുമാനം 10,000 രൂപ. അപ്പോൾ ഒരു സെക്രട്ടറി പറഞ്ഞു, എന്നാൽ ഇക്കൊല്ലം കുറെ ആൾ മരിച്ചോട്ടെ, കുറെ വരുമാനം കിട്ടുമല്ലോ. അപ്പൊ അങ്ങനെ ഖബറിനെ അങ്ങനെ വായിച്ചിട്ടുണ്ട്, ഞാൻ ലൈവായിട്ട് കണ്ടതാണ്. അപ്പോ ഏതായാലും 4 ദീനാർ ഖബറിന് വേണ്ടിയിട്ട് നൽകി. പിന്നെ എത്രയാണ്? 18 ദീനാറിൽ ബാക്കിയുള്ളത് 9 ദീനാർ, മക്കള് 11. ഇത് നമ്മളെ പോലെ ഗൾഫിലും നാട്ടിലും ബിസിനസ് നടത്തുന്ന ഏക വ്യക്തി എന്ന രീതിയിലല്ല. നമ്മളിപ്പോ നാട്ടിലും ഗൾഫിലൊക്കെ എന്തെങ്കിലും ഒരു ഷോപ്പ്, ഒരു കഫ്റ്റീരിയ, ഒരു ചായക്കട, ഇതൊക്കെ നമ്മൾക്ക് ഉണ്ടാവുക. 20 സാമ്രാജ്യങ്ങളെ ഭരിച്ച രാജാവ്, 20 സാമ്രാജ്യങ്ങളെ ഭരിച്ച രാജാവ് 11 മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത് 9 ദീനാറാണ്. പിന്നെ അദ്ദേഹം പറഞ്ഞു, ഈ 9 ദീനാറിൽ നിന്നാണ് 11 മക്കൾക്ക് വിതരണം ചെയ്തത്. ഒരാൾക്ക് ഒരു ദീനാർ പോലും സ്വന്തമായിട്ട് ലഭിച്ചില്ല, ഒരാൾക്കൊരു ദീനാർ പോലും സ്വന്തമായിട്ട് കിട്ടിയില്ല. പിന്നെ ഇത് ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടതാണ്. ഇതേപോലെ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്, ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിനെ ഞാൻ കാണുകയുണ്ടായി. അദ്ദേഹവും വളരെ പ്രഗത്ഭനായ രാജാവായിരുന്നു, ഭരണാധികാരിയായിരുന്നു. വിശാലമായ സാമ്രാജ്യങ്ങളുടെ അധിപനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനുണ്ടായിരുന്നു 11 മക്കൾ. 11 വലദൻ, 11 മക്കൾ. വകാന നസീബു കുല്ലു വലദിൻ, ഓരോ മക്കൾക്കും അദ്ദേഹം ബാക്കി വെച്ചു പോയത് 11 മക്കളാണ്. ഓരോ മക്കൾക്കും അദ്ദേഹം ബാക്കി വെച്ചു പോയത് മില്യൺ, 10 ലക്ഷം ദീനാർ. ഒരു മകന് 10 ലക്ഷം ദീനാർ. എത്രയായി? 11 മക്കളാകുമ്പോ 1 കോടി 10 ലക്ഷമായ കണക്കല്ലേ? ശരിയെന്നല്ലേ? നമ്മളെ പോലെ വലിയ കണക്കിൽ ഉഷാറുള്ള ആളൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കണക്ക്, പൈസന്റെ കണക്ക് വേഗം ഓർമ്മ ഉണ്ടാവും. എന്നാൽ സക്കാത്തിന്റെ കണക്കോ അതറിയില്ല. 1 ലക്ഷം, ഒരു വ്യക്തിക്ക്, ഒരു കുഞ്ഞിന്, ഒരു മകന് 10 ലക്ഷം ദീനാർ. വല്ലാഹി യാ അമീറൽ മുഅ്മിനീൻ, എന്നിട്ട് ആ പ്രമുഖനായ വ്യക്തി പറയുകയാണ്, വല്ലാഹി യാ അമീറൽ മുഅ്മിനീൻ, അല്ലാഹുവാണേ സത്യം, ലഖദ് റഅയ്തു ഫീ യൗമിൻ വാഹിദിൻ أحد أبناء عمر بن عبد العزيز يتصدق ب100 فرس.
ഉപ്പ ബാക്കി വെച്ചത് 1 ദീനാർ പോലും ലഭിച്ചിട്ടില്ല. 11 മക്കൾക്ക് 1 ദീനാർ പോലും ബാക്കി ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ 11 മക്കളിൽ ചില ആളുകളെ ഒരു ദിവസം തന്നെ 100 കുതിരകളെ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് മഹാനായ മൻസൂർ രാജാവിനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. 100 കുതിര എന്ന് പറഞ്ഞാല് നമ്മുടെ 100 ഇന്നോവായി അല്ലെ. കുതിര എന്ന് പറഞ്ഞാല് ഒരു മാന്യമായൊരു വണ്ടിയാണ്. അപ്പൊ ഇന്നോവായി നല്ലൊരു 100 ഇന്നോവൊക്കെ ഒരു ദിവസം സ്വതൊക്കെ കൊടുക്കാന്ന് പറഞ്ഞാല് ഒന്ന് കൊടുക്കും. നിങ്ങള് 100 പോട്ടെ, ഒന്ന് കൊടുക്കോ? 100 കുതിരകൾ ഒരു ദിവസം തന്നെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സംഭാവന ചെയ്യുന്നത് ഞാൻ കണ്ടു എന്ന്, എന്റെ കണ്ണുകൊണ്ട് കണ്ടു എന്ന് പ്രമുഖനായ മൻസൂർ രാജാവിനോട് വ്യക്തി പറഞ്ഞു. ഇവിടെയാണ് ഉപ്പമാർ ആലോചിക്കേണ്ടത്. മക്കൾക്ക് വേണ്ടി സമ്പത്ത് ബാക്കി വെക്കലല്ല, മക്കൾ അല്ലാഹുവിന്റെ ദീനിലേക്ക് ചെലവഴിക്കാനുള്ള മാനദണ്ഡം. 1 ദീനാർ പോലും സ്വന്തമായി ലഭിക്കാത്ത മകനാണ് 100 കുതിരകൾ ഒരു ദിവസം അല്ലാഹുവിന്റെ മാർഗത്തിൽ സംഭാവന ചെയ്തത്. ആരാണ് പൈസ കൊടുത്തത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ 60 വയസ്സായിട്ട് 70 വയസ്സായിട്ട് ഇങ്ങനെ പ്രയാസപ്പെടുന്നത്? ആളുകൾ ചോദിക്കും, എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി. നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? നിന്റെ മക്കൾക്ക് വേണ്ടി നീ അധ്വാനിക്കുന്നു, പക്ഷെ നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? അതാണ് ഇവിടുത്തെ ചർച്ച. എന്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ അധ്വാനിക്കുന്നത് 60 വയസ്സായിട്ട് 70 വയസ്സായിട്ട്. ആ അധ്വാനൊക്കെ നിർത്തി ഒന്ന് തസ്ബീഹ് മാല കയ്യിൽ പിടിച്ച് അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള സമയം ആയിട്ടില്ലേ? അധ്വാനം വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്, സമ്പാദിക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. അല്ലാഹുവിന്റെ ദീന് മറന്നുകൊണ്ടുള്ള ഒരു സമ്പാദ്യം നമ്മൾക്ക് പറ്റിയതല്ല, നമ്മൾക്ക് നല്ലതല്ല. ഇനി കേൾക്ക്, ഒരാൾക്ക് 10 ലക്ഷം ദീനാർ ബാക്കി വെച്ചു പോയ ഹിശാം ഇബ്നു അബ്ദുൽ മലിക്കിന്റെ മക്കളിൽ ചില ആളുകൾ, ഹിശാമിന്റെ 11 മക്കളിൽ ചില ആളുകളെ അങ്ങാടികളിൽ യാചിച്ച് നടക്കുന്നതും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് എന്ന് പറയുമ്പോ 10 ലക്ഷം ബാക്കി വെച്ചുപോയ ആ മക്കൾക്ക് ആ 10 ലക്ഷം കൊണ്ട് ജീവിതത്തിൽ ഒരു ഉപകാരം പോലും ലഭിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം. യാചിക്കാൻ വേണ്ടി പുറത്തിറങ്ങി. മക്കളുടെ സമ്പാദ്യം നമ്മുടെ കയ്യിലല്ലാതെ അല്ലാഹുവിന്റെ കയ്യിലാണ്. ആലോചിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ. നമ്മുടെ സമ്പാദ്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ബാങ്ക് അക്കൗണ്ടിൽ സ്വത്തുകളായി, ഷെയറുകളായി കോടിക്കണക്കിന് വരുമാനങ്ങൾ ഉണ്ടാക്കി അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നൽകാൻ മടിച്ച് മക്കൾക്ക് ബാക്കി വെക്കുന്ന ആളുകളോട്, നിങ്ങളുടെ മക്കളുടെ സമ്പാദ്യം അത് നിങ്ങളുടെ കയ്യിലല്ല. കോടിക്കണക്കിന് രൂപ വെച്ചാലും ഏതെങ്കിലും ഒരു ദിവസം യാചനയ്ക്ക് ഇറക്കേണ്ടി വരുന്നത് അല്ലാഹുവിന്റെ തീരുമാനമാണ്. അപ്പൊ എന്താ കൊടുക്കേണ്ടത്? പൈസ അല്ല. മക്കൾക്ക് ബാക്കി വെക്കേണ്ടത് ക്യാഷ് അല്ല. പിന്നെന്താണ്? പഠിക്കണം. എന്നിട്ട് അദ്ദേഹം പറയാണ്, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ മരണശയ്യയിൽ കിടക്കുമ്പോ, ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ, അദ്ദേഹത്തിന്റെ കുടുംബക്കാർ അദ്ദേഹത്തിന്റെ സമീപത്തേക്ക് കടന്നു വന്നിട്ട് വഹുവ അലാ ഫിറാശിൽ മൗതി, മരിക്കാൻ കിടക്കുകയാണ്. ആളുകൾ വന്ന് ചോദിച്ചു, മാദാ തറക്ത ലി അബ്നാഇക യാ ഉമർ, ഉമറേ നിന്റെ മക്കൾക്ക് വേണ്ടി നീ എന്താണ് ബാക്കി വെച്ചത്? 11 മക്കളില്ലേ? നിങ്ങൾ മരിച്ചുപോയാൽ ഈ മക്കള് അനാഥരാവൂലേ? എന്താണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞ മറുപടി, അതാണ് ബാക്കി വെക്കേണ്ടത്. എന്താ അദ്ദേഹം പറഞ്ഞ മറുപടി? അല്ലാഹുവിന്റെ തഖ്വയാണ് ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെച്ചത്. ഞാൻ ബാക്കി വെച്ചത് തഖ്വയാണ്, പൈസ അല്ല. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന് വേണമെങ്കിൽ എത്ര വേണമെങ്കിലും മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കാം. പക്ഷേ അദ്ദേഹം ബാക്കി വെച്ചു പോകുന്നത്, തന്റെ മക്കൾക്ക് വേണ്ടി അദ്ദേഹം ബാക്കി വെച്ചു പോയത് വെറും തഖ്വയാണ്, പൈസയല്ല. പൈസയല്ല ബാക്കി വെച്ചു പോയത്, തഖ്വ ബാക്കി വെച്ചു പോയാലുള്ള നേട്ടം എന്ത്? പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ,
വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്. മക്കൾക്ക് സമ്പത്തിന് പകരം തഖ്വ ബാക്കി വെച്ചു പോവുകയാണെങ്കിൽ അല്ലാഹു ആ മക്കൾക്ക് പ്രശ്നങ്ങളിൽ പരിഹാരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിൽ അല്ലാഹു പറയുന്നുണ്ട്. വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ യജ്അൽ ലഹു മഖ്റജാ, അവരുടെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു പരീക്ഷണം നൽകുമെന്നാണ് പറയുന്നത്. അല്ലാഹു പരിഹാരം നൽകുമെന്നാണ് പറയുന്നത്. തഖ്വയുള്ള ഒരാളാണെങ്കിൽ അയാളുടെ മക്കളെ കുറിച്ച് ആലോചിച്ച് അയാൾക്ക് ടെൻഷൻ ഉണ്ടാവൂല. സമയമാകുമ്പോൾ പ്രയാസങ്ങളില്ലാതെ വളരെ ഭംഗിയായി മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കാൻ അയാൾക്ക് കഴിയും. വീട് നിർമ്മാണത്തെക്കുറിച്ച് അയാൾക്ക് ടെൻഷൻ ഉണ്ടാവൂല. സമയമാകുമ്പോൾ അള്ളാഹു അയാൾക്ക് ആവശ്യമായ വീട് അള്ളാഹു വെച്ചു കൊടുക്കും. ഒരു പക്ഷേ വലിയ 10,000 സ്ക്വയർ ഫീറ്റുകൾ വലിപ്പമുള്ള വീടായിക്കൊള്ളണമെന്നില്ല. താമസിക്കാൻ മനസ്സിന് സമാധാനമുള്ളൊരു വീട് അള്ളാഹു അവർക്ക് കാണിച്ചു കൊടുക്കുമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അത് മാത്രമല്ല, അവരറിയാത്ത വഴികളിലൂടെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അള്ളാഹു നിങ്ങൾക്ക് വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളും റിസ്ഖും നൽകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് പറഞ്ഞു തരുന്നത്. ഞാനല്ല, ഖുർആനാണ്. ഖുർആനിന്റെ വാഗ്ദാനമാണിത്. അവന് റിസ്ഖ് നൽകുമെന്നാണ് പറയുന്നത്. എന്താ റിസ്ഖ് എന്ന് പറഞ്ഞാൽ, വീട് റിസ്ഖാണ്. തഖ്വയുണ്ടോ, നിങ്ങൾക്ക് സമയമാകുമ്പോൾ അല്ലാഹു വീട് നൽകും. വസ്ത്രം റിസ്ഖാണ്. തഖ്വയുണ്ടോ, നിങ്ങൾക്ക് സമയമാകുമ്പോൾ വസ്ത്രത്തിന്റെ ആവശ്യം വരുമ്പോൾ അല്ലാഹു വസ്ത്രം തരും. തഖ്വയുണ്ടെങ്കിൽ. ഭക്ഷണം റിസ്ഖാണ്. സമയമാകുമ്പോൾ ഭക്ഷണത്തിന്റെ ആവശ്യം വരുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ഭക്ഷണം നൽകും, നിങ്ങൾക്ക് തഖ്വയുണ്ടെങ്കിൽ. സാമ്പത്തികമായിട്ടുള്ള എന്തെങ്കിലും ക്യാഷിന്റെ നോട്ടുകെട്ടുകൾ ആവശ്യമുണ്ടെങ്കിൽ സമയമാകുമ്പോൾ അല്ലാഹു നിങ്ങൾക്ക് ക്യാഷ് നൽകുമെന്നാണ് പറയുന്നത്. മഹാനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രഗത്ഭനായ പ്രസിഡന്റായിരുന്നു മഹാനായ കോയക്കുട്ടി ഉസ്താദ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവം അദ്ദേഹം പറഞ്ഞു. ഞാൻ ജീവിതത്തിൽ ആരോടും കടം വാങ്ങിച്ചിട്ടില്ല. ഒരു ദിവസം എനിക്ക് അത്യാവശ്യമായി കടം വാങ്ങേണ്ട ഒരു അവസ്ഥ വന്നു. എനിക്ക് അത്യാവശ്യം വീട്ടിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ എന്റെ കയ്യിൽ വീടിന് ചെലവിന് കൊടുക്കാൻ ക്യാഷില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, ദർസിലുള്ള കുട്ടികളുടെ സംഘടന ഉണ്ടാകും, അവരൊരു ബാങ്ക് ഉണ്ടാകും, അവരോട് വാങ്ങിച്ചിട്ട് ശമ്പളം കിട്ടുമ്പോൾ കൊടുത്താൽ മതിയല്ലോ എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, വേണ്ട പോട്ടെ. പിന്നെ ഇവിടെ ഉസ്താദുമാരുണ്ട്, അവരെ കയ്യിലുണ്ടാകും. എന്നാൽ ചോദിക്കാൻ ഒരു മടി, കാരണം ഇതുവരെ ഞാൻ കടം വാങ്ങിച്ചിട്ടില്ല. അദ്ദേഹം പറയാണ്, അങ്ങനെ ഇരിക്കുമ്പോഴാണ് തന്റെ പഴയ ശിഷ്യന്മാരിൽ ഒരാൾ അല്പം ചില മുതഅല്ലിമീങ്ങളുമായി എന്നെ കാണാൻ വേണ്ടി എന്റെ റൂമിലേക്ക് കടന്നു വന്നത്. ഉസ്താദും കുറച്ച് ശിഷ്യന്മാരും. അദ്ദേഹത്തിന്റെ പഴയ ശിഷ്യനാണ്. എന്താ വന്നു? ഉസ്താദിനെ കാണാൻ വന്നതാണ്. ഒന്നുമില്ല, ദുആ ചെയ്യിക്കണം. ഉസ്താദ് റൂമിലേക്ക് വിളിച്ചിരുത്തി ദുആ ചെയ്ത് പിരിയുമ്പോൾ ഉസ്താദിന്റെ കയ്യിലേക്ക് ഉസ്താദിന്റെ പഴയ ശിഷ്യൻ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നൊരു എമൗണ്ട് കൊടുത്തു. അതേപോലെ മുതഅല്ലിമീങ്ങളായ ആളുകൾ അവരുടെ കയ്യിൽ നിന്നും അവർക്ക് കഴിയുന്നത് കൊടുത്തു. എന്തായിരുന്നോ ഉസ്താദിന് വീട്ടിലേക്കുള്ള ആവശ്യം, അത് അല്ലാഹു അങ്ങനെ പരിഹരിച്ചു എന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമായി മഹാനായ കോയക്കുട്ടി ഉസ്താദ് പറയുന്നുണ്ട്. തഖ്വയുണ്ടെങ്കിൽ ഇങ്ങനെയാണ്. അല്ലാഹു നിങ്ങളെ ഒരിക്കലും നിരാശരാക്കൂല. സമയങ്ങളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് സമയമാകുമ്പോൾ അല്ലാഹു തരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് അല്ലാഹു പറയുന്നത്, അവനറിയാത്ത വഴികളിലൂടെ അവർക്ക് അല്ലാഹു റിസ്കിന്റെ വാതിൽ തുറന്നു തരുമെന്ന്. ഇനി നിങ്ങൾ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് പരമേൽപ്പിക്കാൻ തയ്യാറായാൽ,
പൂർണ്ണമായി അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കാൻ തയ്യാറായാൽ ഫഹുവ ഹസ്ബു, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അല്ലാഹു നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയുള്ള സെക്കൻഡുകളിൽ, ഇനിയുള്ള സമയങ്ങളിൽ അല്ലാഹുവിലേക്ക് ബരമേൽപ്പിച്ച് പൂർണ്ണമായ വിശ്വാസത്തോടെ ജീവിക്കാൻ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാ ആളുകളും തയ്യാറാകണമെന്ന് വളരെ വിനയപൂർവ്വം എന്നോടും നിങ്ങളോടും ഞാൻ വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിനെ തവക്കുലാക്കി ജീവിക്കുന്ന ആളുകൾക്ക് ജീവിതത്തിൽ ടെൻഷൻ എന്ന ഒരു വസ്തു ഉണ്ടാവൂല, ജീവിതത്തിൽ നിരാശ, ദുഃഖം ഉണ്ടാവൂല. എന്തുണ്ടായാലും പടച്ചോന്റെ കഥ അല്ലേ, സന്തോഷം ഉണ്ടായാൽ അൽഹംദുലില്ലാഹ്, ദുഃഖം ഉണ്ടായാലും പടച്ചോന്റെ കഥ അല്ലേ. ഇത് ഞാൻ ദുഃഖിച്ചിട്ട് എന്താ കാര്യം? അല്ലാഹ് തരാൻ വിചാരിച്ച് തന്നു കഴിഞ്ഞില്ലേ, ഇനി ഞാൻ ദുഃഖിച്ചത് കൊണ്ട് ഇത് പോവോ? ഇതാണ് തവക്കൽ ചെയ്യണം. വാളുകൾ ഇതിന്റെ മാധുര്യം അനുഭവിച്ച് ചർച്ച ചെയ്യപ്പെടാനുള്ളതല്ല, ജീവിതത്തിൽ പകർത്താനാണ് ഇവിടെ വാളുകൾ സംഘടിപ്പിക്കുന്നത്. 10 ദിവസം, 5 ദിവസം, 6 ദിവസമൊക്കെ വാള് കേട്ടിട്ട് ഒരു മാറ്റം പോലും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എവിടെയോ നമ്മുടെ ഈമാനിന് കുഴപ്പമുണ്ട് എന്നുറപ്പ് തന്നെയാണ്. എല്ലാ വാളിനും വന്നിട്ട് ഇരുന്നിട്ടുണ്ട്. കണ്ണൂർ ഉറൂസ് കഴിഞ്ഞു. അല്ലാഹു മഹാനുഭാവന്റെ ഹളറത്തിലേക്ക് നമ്മൾ ഓതിയതും നമ്മൾ ചൊല്ലിയതും നമ്മുടെ സദസ്സിന്റെയും പുണ്യം ലക്ഷോപലക്ഷം ഇരട്ടിയായി അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ. അവരുടെയൊക്കെ തണലിൽ നാളെ മഹ്ശറ ലോകത്ത്, സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. പറഞ്ഞു വരുന്നത്, ഇവിടെ വഅദിന് സ്ഥിരമായി വന്നിട്ടൊരു വഅദിൽ നിന്നൊരു മാറ്റം പോലും നമ്മൾക്കില്ലെങ്കിൽ എന്തോ ഒരു ഈമാനിന്റെ പ്രശ്നം നമ്മൾക്കുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ്, അല്ലാഹുവിനെ കുറിച്ച് പറയപ്പെടുമ്പോൾ മുഅ്മിനീങ്ങളുടെ ഹൃദയം വിറക്കണം, പേടിക്കണം. എത്ര നമ്മൾ അല്ലാഹുവിനെ ചർച്ച ചെയ്യുന്നുണ്ട്, ആരുടെയെങ്കിലും ഹൃദയങ്ങൾക്കൊരു വിറയൽ വരാറുണ്ടോ? വഅദ് പറയുന്ന ആളുടെ അല്ലെങ്കിൽ അത് കേൾക്കുന്ന ആളുടെ ഹൃദയങ്ങൾക്കൊരു വിറയൽ വരാറുണ്ടോ? കുഴപ്പമില്ല. ഇനി അടുത്തത്, وَإِذَا تُلِيَتْ عَلَيْهِمْ آيَاتُهُ زَادَتْهُمْ إِيمَانًا, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകൾ, അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതി കേൾപ്പിക്കുമ്പോൾ ഈമാൻ നിങ്ങൾക്ക് വർദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കണം. 6 ദിവസക്കണക്കിന് വഅദ് കേട്ടിട്ട് ഈമാൻ നിങ്ങൾക്ക് വർദ്ധിച്ചില്ലെങ്കിൽ ഈ വഅദ് പരാജയമാണ്. നിങ്ങൾക്ക് ഒരാൾക്കും ഇതിൽ നിന്നൊരു നന്മ പോലും കിട്ടിയിട്ടില്ലെങ്കിൽ 6 ദിവസത്തെ വഅദ് പരാജയമാണ്. എത്ര ആളുകൾ കൂടി എന്നതല്ല, എത്ര ആളുകൾ നന്നായി എന്നതാണ് ഒരു വഅദിന്റെ, ഒരു സദസ്സിന്റെ പ്രസക്തി എവിടെയാണ്? ഇനി എനിക്ക് മാറ്റില്ലേ, അതെന്റെ കുഴപ്പമാണ്, എന്റെ ഈമാനിന്റെ എന്തോ ഒരു പ്രശ്നം, ഒരു തകരാറുണ്ട് എന്നതിന്റെ ലക്ഷണമാണ്. അതുകൊണ്ട് എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയാനുള്ളത്, വഅദ് കേൾക്കേണ്ടത് നന്നാകണം എന്ന ലക്ഷ്യത്തോടെയാണ്. അല്ലാഹു നമ്മെ നല്ലവരിൽ ഉൾപ്പെടുത്തട്ടെ. മഹാനായ മൻസൂർ രാജാവിനോട് ആ പ്രഗൽഭനായ വ്യക്തി പറയുകയാണ്, മരണശയ്യയിൽ കിടന്നിട്ട് വഫാത്തിന്റെ സമയത്ത്, ലോകത്തോട് വിട പറയാനുള്ള സമയത്ത് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് എന്ന്. അദ്ദേഹം പറഞ്ഞു, തറക്തു ലഹും തഖ്വല്ലാഹ്, ഞാൻ എന്റെ മക്കൾക്ക് വേണ്ടി ബാക്കി വെക്കുന്നത് തഖ്വയാണ്. ഇതിനാണ് ഉപ്പ, ഇതിനാണ് ഉമ്മ. കുപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ ഉപ്പയുടെ ആവശ്യമില്ല, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കാൻ ഉമ്മയുടെ ആവശ്യമില്ല, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാൻ ഉമ്മയുടെ ആവശ്യമില്ല. അനാഥരായ ആളുകൾ ഇവിടെ ഭക്ഷണം കഴിക്കുന്നില്ലേ? അനാഥരായ ആളുകൾ ഇവിടെ വസ്ത്രം ധരിക്കുന്നില്ലേ? അനാഥരായ ആളുകൾക്ക് ഇവിടെ വീട് ലഭിക്കാറില്ലേ? എന്തിനേറെ മുസ്ലിം എന്ന് പോലും നോക്കാതെ ബദിയെടുക്കയിൽ ഒരു ഹൈന്ദവ സഹോദരന് ബൈത്തുർ റഹ്മ നൽകുന്നുണ്ട്. നമ്മുടെ സലാം കന്യപ്പാടിയുടെ നേതൃത്വത്തിൽ ദുബായിൽ പോയപ്പോ ഷാർജയിലെ KMCCയുടെ പ്രവർത്തകരാണ് ഒരു ഹൈന്ദവ വിശ്വാസിക്ക് വേണ്ടി ബൈത്തുർ റഹ്മ നൽകുന്നത്. അവരുടെ വിയർപ്പിന്റെ, അവരുടെ ചോര നീരാക്കി അധ്വാനിച്ചതിന്റെ ഭാഗം പാവപ്പെട്ട ഹൈന്ദവ സുഹൃത്തിന് ഉപ്പ വേണോ? വീട് ലഭിക്കാൻ ഉപ്പയ വേണ്ട, വസ്ത്രം ലഭിക്കാൻ ഉപ്പയ വേണ്ട, ഭക്ഷണം ലഭിക്കാൻ ഉപ്പയ വേണ്ട. പിന്നെ എന്തിനാണ് ഉപ്പ? ഉപ്പ തഖ്വ നൽകാനാണ്, മക്കൾക്ക് ദീൻ പഠിപ്പിക്കാനാണ്. ഇതിന് കഴിയുമെങ്കിൽ കല്യാണം കഴിച്ചാൽ മതി. നിങ്ങൾ മരിച്ചുപോയാൽ നിങ്ങളുടെ ഒരു
മക്കളും ഇവിടെ പട്ടിണി കിടക്കൂല. നിങ്ങൾ അങ്ങനെ വിചാരിക്കേ വേണ്ട. നിങ്ങൾ ഇവിടെ നിന്ന് മരിച്ചുപോയാൽ നിങ്ങളുടെ ഒരു മക്കളും വസ്ത്രം ലഭിക്കാതെ നഗ്നരായി നടക്കേണ്ട ഒരവസ്ഥ ഒരു മക്കൾക്കും ദുനിയാവിലുണ്ടാവൂല. അപ്പൊ കുപ്പായം വാങ്ങിച്ചു കൊടുക്കലല്ല ഉപ്പയുടെ പണി, വസ്ത്രം വാങ്ങിച്ചു കൊടുക്കലല്ല, ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കലല്ല ഉപ്പയുടെ പണി. ഉപ്പയുടെ പണി മക്കളെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിപ്പിക്കലാണ്, തഖ്വയിലൂടെ കൊണ്ടുപോകലാണ്. അല്ലാഹു നമ്മുടെ മക്കളെ തഖ്വയിലൂടെ ജീവിക്കാൻ തൗഫീഖ് നൽകട്ടെ. നേരത്തെ തങ്ങൾ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ വെറും ഉപദേശം മാത്രം പോരാ, അല്ലാഹുവിനോട് ദുആ ചെയ്യണം. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ. അല്ലാഹുവേ, എന്റെ മക്കളെ നീ തഖ്വയുള്ളവരിൽ ചേർക്കണേ അല്ലാഹ്. എന്നെ നീ തഖ്വയുള്ളവരിൽ ചേർക്കണേ അല്ലാഹ്. എന്റെ ഭാര്യയെ നീ തഖ്വയുള്ളവരിൽ ചേർക്കണേ എന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ അല്ലാഹു നമ്മൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എപ്പം മുതൽ? പ്രസവിച്ചത് മുതലല്ല, കല്യാണം തുടങ്ങുന്നതിന് മുമ്പേ. കല്യാണം കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും ഒന്നിച്ചിരുന്ന് അല്ലാഹുവിനോട് ദുആ ചെയ്യേണ്ടത് റബ്ബനാ ഹബ് ലനാ മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബ. അല്ലാഹുവേ, നല്ല മക്കളെ എനിക്ക് താ റബ്ബേ. പ്രാർത്ഥനയും ഇതിൽ അത്യാവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ പരിശ്രമത്തോടുകൂടി അല്ലാഹുവിനോട് ദുആ ചെയ്യാം. എന്നിട്ട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്, ഫഇൻ കാനൂ സ്വാലിഹീൻ, എന്റെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാണെങ്കിൽ, ഞാനിതാ ലോകത്തോട് വിട പറയാൻ പോവുകയാണ്, എന്റെ മക്കൾ സ്വാലിഹീങ്ങളായ മക്കളാണെങ്കിൽ അല്ലാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞത് ഫല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളെ അല്ലാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ ആയത്തില്ലേ? ഖുർആനിന്റെ ആയത്താണ്. എന്ത്? ഫല്ലാഹു യതവല്ലസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളെ അല്ലാഹു ഏറ്റെടുക്കും. അപ്പോൾ മക്കൾ സ്വാലിഹീങ്ങളാക്കിയാൽ അവർ ആരേറ്റെടുക്കും? ആരേറ്റെടുക്കും? അല്ലാഹു ഏറ്റെടുക്കും. പിന്നെ നമ്മൾ മരിച്ച എന്താ പ്രശ്നം? മക്കളെ സ്വാലിഹീങ്ങളാക്കി, നിങ്ങൾ 5 പൈസ ഇവിടെ വെച്ചിട്ടില്ല, സ്വന്തമായിട്ടൊരു വീട് പോലും നിങ്ങൾക്കില്ല, ഏതെങ്കിലും ക്വാർട്ടേഴ്സിൽ ജീവിച്ചിട്ട് നിങ്ങൾ മരിച്ചുപോയി, മക്കളൊക്കെ സ്വാലിഹീങ്ങളാണ്, അവരെ റബ്ബ് ഏറ്റെടുക്കും. അവരൊരിക്കലും പ്രയാസപ്പെടേണ്ടി വരില്ല. മഹാനായ ഉമർ തങ്ങൾ പറയുന്നത് ഇതാണ്, എന്റെ മക്കൾ സ്വാലിഹീങ്ങളാണെങ്കിൽ അവരെ അല്ലാഹു ഏറ്റെടുക്കുമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് ഞാൻ അവർക്ക് ഇവിടെ സമ്പാദ്യങ്ങൾ ബാക്കി വെക്കുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. വഇൻ കാനൂ ഖൈറ ദാലിക്, ഇനി എന്റെ മക്കൾ സ്വാലിഹീങ്ങളല്ല, ചമ്മാടികളാണെങ്കിൽ, എന്റെ മക്കൾ ചമ്മാടികളാണെങ്കിൽ ഞാൻ അല്ലാഹുവാണേ സത്യം, ആ ചമ്മാടികളായ മക്കൾക്ക് വേണ്ടി ഒരു നാണയത്തുട്ടുപോലും ഞാൻ ബാക്കി വെക്കൂല എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ. കാരണം ചമ്മാടികളായ മക്കൾക്ക് ഞാൻ വല്ലതും ഇവിടെ ബാക്കി വെച്ചു പോയാൽ എന്റെ ഖബറിൽ കിടക്കുമ്പോ ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ കള്ളു കുടിക്കുക, ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ കഞ്ചാവടിക്കുന്നത്, ഞാൻ ഉണ്ടാക്കിയ സമ്പാദ്യം കൊണ്ടാണ് അവർ സിനിമ കാണാൻ പോകുന്നത്. എങ്ങനെയാണ് ഞാൻ സ്വസ്ഥമായി ഖബറിൽ കിടന്നുറങ്ങുക? ചമ്മാടികളായ മക്കളാണെങ്കിൽ അവർക്ക് വേണ്ടി ഒരു നാണയത്തുട്ടുപോലും ഞാൻ ബാക്കി വെക്കൂല. ഞാൻ അവർക്ക് വേണ്ടി ബാക്കി വെച്ചത് തഖ്വ മാത്രമാണ് എന്ന് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പഠിപ്പിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയാനുള്ളത്, വളരെ ഒരുപാട് പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് നിങ്ങളുടെ ആരോഗ്യം നോക്കാതെ, നിങ്ങളുടെ ആസ്വാദനങ്ങൾ നോക്കാതെ, നിങ്ങളുടെ നല്ല സമയം വെറുതെ കളഞ്ഞിട്ട് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ആ മക്കൾ ചമ്മാടികളായി പോയാൽ ഈ സമ്പാദ്യത്തിന്റെ പേരിൽ, ഈ മക്കളുടെ പേരിൽ നാളെ ഖബറിൽ അല്ലാഹുവിന്റെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ സമാധാനം പറയാൻ കഴിയുകയില്ല. അതുകൊണ്ട് തഖ്വയാണ് ബാക്കി വെക്കേണ്ടത്, പൈസയല്ല. പിന്നെയോ ഇനി കേൾക്കണം, മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ മറ്റൊരു ചരിത്രമാണ് കേൾക്കണം. അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ കരയുന്നുണ്ട്. ഒരുപക്ഷെ നമ്മൾ കേട്ടതായിരിക്കും, ഞാൻ വിശദീകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ മകൾ ഇങ്ങനെ കരയുകയാണ്. ചെറിയ കുഞ്ഞാണ്, ചെറിയ പൊന്നുമോൾ, പെണ്ണിങ്ങനെ കരയാണ്. എന്തേ കരഞ്ഞത്? മുസ്ലിമീങ്ങളായ ആളുകൾക്ക് പെരുന്നാൾ ദിവസമായിരുന്നു അത്.
പെരുന്നാളിന്റെ രാത്രി ചെറിയ കുഞ്ഞുമോള് കരയുമ്പോ ഉപ്പ ചോദിക്കുകയാണ് വളരെ വാത്സല്യത്തോടെ, എന്ത് മോളെ കരയുന്നത്, എന്തിനാണ് കരയുന്നത്? അപ്പോഴാണ് കുഞ്ഞു പറയുന്നത്, കുല്ലുള്ള തുഫാൽ, ഉപ്പാ എന്റെ ചങ്ങാതിമാർ, എന്റെ കൂടെ കളിക്കുന്ന എന്റെ കൂട്ടുകാർ എല്ലാവരും നാളെ പെരുന്നാളിന്റെ നല്ല കുപ്പായം വാങ്ങിച്ച് മനോഹരമായ കുപ്പായം ധരിച്ച് നാളെ പെരുന്നാൾ ആഘോഷിക്കുമ്പോ എനിക്ക് ഒരു ഖലീഫയുടെ, ഒരു ഭരണാധികാരിയുടെ മകളായ എനിക്ക് ഒരു കുപ്പായം പോലുമില്ലല്ലോ ഉപ്പാ. അതുകൊണ്ട് ഉപ്പാ ഞാൻ അങ്ങനെയാണ് കരയുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾക്ക് വളരെ വിഷമമായി. അമീറുൽ മുഅ്മിനീന്റെ മകളായ ഞാൻ പഴയ കീറിപ്പറിഞ്ഞ കുപ്പായം ധരിക്കുകയോ? ഇത് കരച്ചിലേക്ക് എത്തി. ഉമർ തങ്ങൾ കരയാൻ തുടങ്ങി. പൊന്നുമോളുടെ കരച്ചിൽ കേട്ട് ആ പിതാവിന് തന്റെ കരച്ചിൽ നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒന്നും ആലോചിക്കാതെ, നാളെയാണ് പെരുന്നാള്, കുപ്പായം വാങ്ങിച്ചു കൊടുക്കാൻ തന്റെ കയ്യിൽ കാശില്ല. നേരെ പോകുന്നത് ബൈത്തുൽ മാലിലേക്ക്. ബൈത്തുൽ മാലിന്റെ ഖജനാവ് സൂക്ഷിക്കുന്ന സൂക്ഷിപ്പുകാരനോട് മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ചോദിച്ചു, എനിക്ക് ഈ മാസത്തെ സാലറി മുൻകൂട്ടി തരുമോ? ഇത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ 7 ഇനി ഉസ്താദ് നാട്ടിലേക്ക് പോകാൻ വിചാരിച്ചു. അപ്പൊ കമ്മിറ്റി ഭാരവാഹികളെ പോയിട്ട് കാണാണ്, ഞാൻ ഒരു മാസം ഉണ്ടാവൂല, എനിക്ക് ഈ മാസത്തെ സാലറി നിങ്ങൾ മുൻകൂട്ടി തരണം. എന്താ അത് ഇപ്പനെ പിടിച്ചു ഉസ്താദെ. കമ്മിറ്റിക്കാർ എണ്ണി കൊടുത്തു. ഉസ്താദ് സന്തോഷത്തിന് നാട്ടിൽ പോയി. കട്ടകാലത്തിന് ഉസ്താദ് ഏപ്രിൽ 15 മരിച്ചുപോയി. കട്ടകാലത്തിന് ഏപ്രിൽ 15 ഉസ്താദ് മരിച്ചുപോയി. അപ്പൊ കമ്മിറ്റിക്കാർ കൊടുത്തത് ഒരു മാസത്തെ സാലറിയാണ്. ഉസ്താദ് ജോലി ചെയ്തത് 15 ദിവസം. അപ്പോൾ ബാക്കി 15 ദിവസത്തെ സാലറി പള്ളിക്ക് കൊണ്ടുപോയിട്ട് ഇടാൻ കമ്മിറ്റിക്കാർ തയ്യാറാകുമോ? നമ്മൾ ജോലി ചെയ്യാത്തതിന്റെ സാലറി നമ്മൾ വാങ്ങാൻ പാടില്ലല്ലോ. പാടുണ്ടോ? വെള്ളിയാഴ്ച ഖുതുബയ്ക്ക് മാത്രം പള്ളിയിലേക്ക് പോകുന്ന ഒരാളാണ് ഞാൻ. ഒരുപക്ഷെ ഒരു മാസത്തിൽ ഒരു ഖുതുബ ഉണ്ടാവില്ല. ആ മാസം സാലറി വാങ്ങിക്കൂല. ഒരു ഖുതുബ ഉണ്ടെങ്കിൽ ഒരു ഖുതുബയുടെ സാലറി, 4 ഖുതുബ ഉണ്ടെങ്കിൽ 4 ഖുതുബയുടെ, 5 ഖുതുബ ഉണ്ടെങ്കിൽ 5 ഖുതുബയുടെ. ഇപ്പൊ പകരത്തിന് ഞാൻ വേറൊരാളെ അയച്ചാല് അത് എൻ്റെ സാലറി അല്ല, അയാൾക്ക് വേറെ സാലറിയാണ്, എൻ്റെ സാലറി കട്ട്. അതേപോലെ ശമ്പളം, നമ്മൾ ചെയ്യാത്ത ജോലിയുടെ ശമ്പളം നമ്മൾ വാങ്ങിച്ചാൽ അത് അള്ളാഹുവിന്റെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരും. അദ്ദേഹം ബൈത്തുൽമാൽ ഖജനാവ് സൂക്ഷിക്കുന്ന ബൈത്തുൽമാലിന്റെ സൂക്ഷിപ്പുകാരനോട് പറഞ്ഞു, ഈ മാസത്തെ സാലറി എനിക്ക് മുൻകൂട്ടി തരുവോ? അദ്ദേഹം പറഞ്ഞു, എന്തിനാണ്? എനിക്ക് ഈ മാസത്തെ സാലറി മുൻകൂട്ടി തരുമോ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം ചോദിച്ചു, ലിമ, എന്തിനാണ് അമീറുൽ മുഅ്മിനീൻ? അപ്പോഴാണ് മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞത്, എന്റെ മക്കൾക്ക് കുപ്പായമില്ല, അതുകൊണ്ടാണ് നാളെ പെരുന്നാളിന് കുപ്പായം വാങ്ങിച്ചു കൊടുക്കണം. ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ അല്ലാഹുവിനെ പേടിക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ലാ മാനിഅ, ഒരു വിരോധമില്ല, ഞാൻ തരാം, ഒരു വിരോധവുമില്ല, ഞാൻ തരാം. പക്ഷേ എനിക്കൊരു ഉറപ്പ് തരണം. അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എനിക്കൊരു ഉറപ്പ് തരണം. എന്താണ് ഉറപ്പ് തരേണ്ടത്? ഏപ്രിൽ 30 വരെ നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുമെന്നുള്ള ഉറപ്പ് തന്നാൽ നിങ്ങൾക്ക് ഞാൻ ഈ മാസത്തെ സാലറി തരാമെന്ന് ബൈത്തുൽ മാലിന്റെ സൂക്ഷിപ്പുകാരൻ ഈ മാസം ലാസ്റ്റ് വരെ ജീവിക്കുമെന്നുള്ള ഉറപ്പ് തന്ന ഈ മാസത്തെ സാലറി തരാം. യാ അല്ലാഹ്, എങ്ങനെ ജീവിക്കും? ആർക്കാ ഉറപ്പ് കൊടുക്കാൻ പറ്റുക? ഇത് കേട്ടപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ ആലോചിക്കാൻ തുടങ്ങി, ശരിയാണല്ലോ, ഞാൻ മരിച്ചുപോയാൽ അതിനു മുമ്പ് അള്ളാഹുവിന്റെ കോടതിയിൽ ഞാൻ സമാധാനം പറയേണ്ടി വരൂലേ? ഫതറകഹു ഉമർ പറഞ്ഞു, എനിക്ക് വേണ്ട, എനിക്ക് ശമ്പളം വേണ്ട. പിന്നെ നേരെ പോയത് വീട്ടിലേക്കാണ്. കരയുന്ന പിഞ്ചുമോൾ വീട്ടിലുണ്ട്. ആ കുഞ്ഞുമോളെ അടക്കം 11 മക്കളെയും വിളിച്ചു, മക്കളെ, ഞാൻ നിങ്ങൾക്ക് നാളെ പെരുന്നാളിന് കുപ്പായം വാങ്ങിച്ചു തരാൻ എന്റെ കയ്യിൽ കാശില്ല. ഇനി ഞാൻ ബൈത്തുൽ മാലിൽ നിന്ന് വളരെ നേരത്തെ സാലറി വാങ്ങിച്ച് നിങ്ങൾക്ക് ഞാൻ കുപ്പായം വാങ്ങിച്ചു തന്ന് ഈ മാസം തീരുന്നതിന് മുമ്പേ ഞാൻ മരിച്ചുപോയാൽ നിങ്ങളുടെ പിതാവ് നരകത്തിലേക്കല്ലേ പോകുന്നത്?
നിങ്ങൾക്ക് അങ്ങനെ കുപ്പായം വാങ്ങിച്ചു തന്ന പുതിയ വസ്ത്രം ധരിച്ച് പെരുന്നാൾ ആഘോഷിച്ച് നിങ്ങളുടെ ഉപ്പ നരകത്തിലേക്ക് പോകുന്നതാണോ ഇഷ്ടം? അല്ല ഈ കീറിപ്പറിഞ്ഞ കുപ്പായം ധരിച്ചിട്ട് പെരുന്നാൾ ഉപ്പയുടെ കൂടെ ആഘോഷിക്കുന്നതാണോ ഇഷ്ടമെന്ന് ചോദിച്ചപ്പോ മക്കളെല്ലാവരും ഏക സ്വരത്തിൽ പറഞ്ഞു, നസ്ബിറു യാ അബാനാ, ഉപ്പാ ഞങ്ങൾക്ക് പുതിയ കുപ്പായം വേണ്ട ഉപ്പാ, പെരുന്നാൾ പഴയ കുപ്പായം ധരിച്ച് ഞങ്ങൾ ആഘോഷിക്കാം ഉപ്പാ. അതുകൊണ്ട് ഞങ്ങൾക്കിനി കടമെടുത്ത് കടം വാങ്ങിച്ച് ഞങ്ങൾക്കൊരു കുപ്പായം വാങ്ങിച്ചു തരേണ്ടതില്ല. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്നിച്ച് സ്വർഗത്തിലേക്ക് കടന്നു പോകുന്നത് കാണാനും ആസ്വദിക്കാനുമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങളുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് മക്കൾ ഇങ്ങനെ പറഞ്ഞത്? ആ മക്കൾക്ക് ലഭിച്ചത് തഖ്വയാണ്. ആ മക്കൾക്ക് ലഭിച്ചത് സ്വാലിഹീങ്ങളായി വളർത്താനുള്ള സംവിധാനങ്ങളായിരുന്നു. അതുകൊണ്ടാണ് കീറിപ്പറിഞ്ഞ കുപ്പായമായാലും കുഴപ്പമില്ല ഉപ്പാ, ഞങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണ് എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ മക്കൾ പറയും നിങ്ങൾ അങ്ങനെ കഞ്ചൂസാക്കണ്ട. കാരണം നമ്മൾ ദീൻ പഠിപ്പിക്കാതെ കഞ്ചൂസാക്കാൻ. ദീൻ കൊടുക്കണം, ആദ്യം ദീന് കൊടുക്കണം. എന്നിട്ടാണ് ഈ കാര്യങ്ങൾ പറയുമ്പോ മക്കൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്.